ഇപ്പോൾ ഞാൻ പ്രേക്ഷകരോട് സംസാരിക്കുന്ന ഈ സമയത്ത് ആ യുവതി, ആ പെൺകുട്ടി അന്വേഷണ സംഘത്തിന് മുൻപിൽ മൊഴി നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചടുല നീക്കങ്ങളുമായി അന്വേഷണ സംഘം മുന്നോട്ടു പോകുന്നു. പരാതിക്കാരിയുടെ മൊഴിയെടുക്കാൻ ആരംഭിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരം റൂറൽ SP മേധാവിയുടെ മേൽനോട്ടത്തിലാണ് മൊഴിയെടുക്കുന്നത്. മൊഴി രേഖപ്പെടുത്തിയ ശേഷം പുതിയ FIR രജിസ്റ്റർ ഉടനുണ്ടാകും. വിവരങ്ങൾ ഡാൻ കുര്യൻ നൽകും. ഡാൻ, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കുരുക്കിലേക്ക്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ഇത്രയും ദിവസം വലിയ ആത്മവിശ്വാസത്തോടെ ഇത്രയധികം ആരോപണങ്ങൾ ഉയരുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനെയൊക്കെ പ്രതിരോധിച്ചിരുന്നത് ഈ ആരോപണങ്ങൾ ഇത്ര ഗുരുതരമാണെങ്കിൽ ആ ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള പരാതിക്കാർ എവിടെ എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ടായിരുന്നു. രാഹുലിനെ ന്യായീകരിക്കുന്നവരും അതേ ചോദ്യം തന്നെയാണ് മുമ്പോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമായിരിക്കുന്നു. ഒടുവിൽ പരാതിയുമായി യുവതി രംഗത്തെത്തിയതിന് പിന്നാലെയാണ് ചടുലമായ നീക്കങ്ങളിലേക്ക് അന്വേഷണ സംഘവും കടന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി തന്നെ ക്രൈംബ്രാഞ്ച് മേധാവിയെ സെക്രട്ടേറിയറ്റിലെ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ഈ കാര്യങ്ങളുടെ ഗൗരവം ധരിപ്പിച്ചതിന് പിന്നാലെയാണ് ക്രൈംബ്രാഞ്ച് ഇതുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങൾ ആരംഭിച്ചത്. അങ്ങനെയാണ് ഈ പെൺകുട്ടി താമസിക്കുന്ന സ്ഥലം ഉൾപ്പെട്ടിരിക്കുന്ന തിരുവനന്തപുരം റൂറൽ ജില്ലയുടെ ചുമതലയുള്ള റൂറൽ SP സുദർശന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഉദ്യോഗസ്ഥർ ഈ യുവതിയുടെ വിശദമായ മൊഴി ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ യുവതി എല്ലാ മാധ്യമങ്ങളോടുമായി ഒരു അഭ്യർത്ഥന കൂടി അല്പസമയം മുമ്പ് അറിയിച്ചിട്ടുണ്ട്. ഒരു തരത്തിലും ഈ കുടുംബത്തെയോ ഈ യുവതിയോ പിന്തുടരാനുള്ള ഒരു സമീപനം ആരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകരുത്. വലിയ മാനസിക സംഘർഷത്തിലൂടെയാണ് ഈ കുടുംബം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ സ്വകാര്യതയെ മാനിക്കാത്ത തരത്തിലുള്ള ഒരു ഇടപെടലും ആരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകരുതെന്ന ഒരു അഭ്യർത്ഥന കൂടി കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വന്നിട്ടുണ്ട്. വലിയ സമ്മർദ്ദങ്ങളെയും പ്രതിഷേധങ്ങളെയും വ്യക്തിഹത്യകളൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഈ പരാതിയുമായി ഈ യുവതി രംഗത്തെത്തിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടുന്ന കാര്യം. ഒരുപക്ഷെ ഇന്ന് രാത്രി തന്നെ FIR രജിസ്റ്റർ ചെയ്ത് തുടർ നീക്കങ്ങളിലേക്ക് കടക്കാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി മുമ്പോട്ട് നീങ്ങുന്നു എന്ന വിവരം കൂടി പുറത്തു വരുന്ന സാഹചര്യമുണ്ട്. ഒരുപക്ഷെ അടിയന്തരമായി കോടതി ഇത് അടുത്ത ദിവസം തന്നെ പരിഗണിക്കേണ്ട ഒരു സാഹചര്യം വന്നേക്കാം. അത് തള്ളപ്പെട്ടാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം വലിയ പ്രതിസന്ധിയിലാകും. കാരണം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി തുടർ നീക്കങ്ങളിലേക്കൊക്കെ കടക്കേണ്ടത് അനിവാര്യതയായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും. ഡാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പരാതിക്കാരി എവിടെ, പരാതി ആരൊക്കെ നൽകും എന്നുള്ള കോൺഗ്രസിന്റെയും അതോടൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിന്റെയും അമിത ആത്മവിശ്വാസത്തിനുള്ള തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ ഈ പരാതിക്കാരി പെൺകുട്ടി യുവതി നേരിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതെന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ സമയത്ത് പോലും പെൺകുട്ടി പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപിൽ അവളുടെ മൊഴി, അവൾക്ക് പറയാനുള്ളത് കൃത്യമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എവിടെയാണ് ഡാൻ ഇപ്പോൾ ഈ MLA ഉള്ളത്? കോൺഗ്രസ് എന്താണ് പറയുന്നത്? MLA എവിടെയാണുള്ളതെന്ന ചോദ്യത്തിന് ആർക്കും ഒരു ഉത്തരമില്ല. MLA ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നവർക്ക് ഫോൺ സ്വിച്ച് ഓഫ് എന്ന വിവരം മാത്രമാണ് ലഭിക്കുന്നത്. പക്ഷേ ഈ പ്രതിസന്ധി അല്ലെങ്കിൽ ഈ ആരോപണം ഉയർന്നതിന് പിന്നാലെ അദ്ദേഹത്തെ പിന്തുണച്ചെത്തിയവരുടെ ഫോൺ കോളുകൾക്ക് കൃത്യമായ ഉത്തരം നൽകുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അതല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം തേടാനോ തുടർ നീക്കങ്ങൾ അറിയാനോ വിളിക്കുകയോ കാര്യങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിക്കുകയോ ചെയ്യുന്ന ഒരു മാധ്യമ പ്രവർത്തകരോടും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഒരു തരത്തിലുള്ള വിശദീകരണവും വന്നിട്ടില്ല. സമൂഹ മാധ്യമത്തിൽ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഇട്ട 2 പോസ്റ്റുകളും അതിന്റെ ലൈക്കുകളും ഒഴിച്ചാൽ മറ്റൊരു തരത്തിലുള്ള പ്രതികരണവും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ടുന്ന കാര്യം. അങ്ങനെയെങ്കിൽ തുടർ നീക്കങ്ങൾ എങ്ങനെയാകുമെന്നതാണ് രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. കാരണം കേരളം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചൂടിന്റെ പാരമ്യത്തിലേക്ക് എത്തുന്ന സമയത്ത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയടക്കം വലിയ തരത്തിൽ രാഷ്ട്രീയ പ്രചാരണം, രാഷ്ട്രീയ പ്രത്യാരോപണങ്ങളൊക്കെ നടക്കുന്നതിനിടയിലാണ് വളരെ അപ്രതീക്ഷിതമായി രാഹുൽ മാങ്കൂട്ടത്തിനെ സംശയത്തിൽ നിർത്തിയിരുന്ന ഒരു സംഭവത്തിൽ, ഗുരുതരമായ ആരോപണങ്ങൾ നിറഞ്ഞു കേട്ടിരുന്ന ഒരു സംഭവത്തിൽ ഇരയായ യുവതി നേരിട്ട് മുഖ്യമന്ത്രിയെ കണ്ട് അവരുടെ ദുരനുഭവം രേഖാമൂലം എഴുതി നൽകി തെളിവുകളടക്കം മുഖ്യമന്ത്രിക്ക് കൈമാറിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ തുടർ നീക്കം എന്താകുമെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതോടൊപ്പം കോൺഗ്രസ് നേതൃത്വം സസ്പെൻഷൻ എന്ന നടപടിക്കപ്പുറത്തേക്ക് മറ്റേതെങ്കിലും ഒരു കടുത്ത തീരുമാനത്തിലേക്ക് എത്തുമോ എന്നതും വലിയ തരത്തിലൊരു ചോദ്യമായി വരികയാണ്.
അതാണ് സാഹചര്യം. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ആ പെൺകുട്ടി അന്വേഷണ സംഘത്തിന് മുൻപിൽ മൊഴി നൽകിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള ഏറ്റവും നിർണായകമായ വിവരമാണിപ്പോൾ പുറത്തു വരുന്നത്. തിരുവനന്തപുരം റൂറൽ എസ്പിയുടെ നേതൃത്വത്തിലാണ് ആ യുവതിയുടെ മൊഴിയെടുക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എവിടെയെന്നുള്ള ചോദ്യത്തിന് ആർക്കും ഒരു ഉത്തരവുമില്ല. അദ്ദേഹം ഫോൺ സ്വിച്ച് ഓഫ് ആക്കി പോയിരിക്കുന്നു എന്നുള്ള വിവരം മാത്രമേ അറിയാൻ സാധിക്കുന്നുള്ളൂ. ഇനി എന്തായാലും പെൺകുട്ടിയുടെ മൊഴിയെടുത്ത ശേഷം ഉടൻ തന്നെ പുതിയ FIR ഇടും. അപ്പോൾ അതിനുശേഷം എന്ത് നടപടി എന്നതാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. ആ സമയം നമുക്ക് ആ വാർത്തയിലേക്ക് തിരിച്ചെത്താം. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. കുറ്റം ചെയ്തിട്ടില്ലെന്നുള്ള ബോധ്യമുള്ളിടത്തോളം കാലം നിയമപരമായി തന്നെ പോരാടുമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പറയുന്നത്. അതിജീവിത രാഹുലിനെതിരെ മുഖ്യമന്ത്രിയെ കണ്ട് പരാതി നൽകിയതിന് പിന്നാലെയായിരുന്നു രാഹുലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. നീതിന്യായ കോടതിയിലും ജനങ്ങളുടെ കോടതിയിലും എല്ലാം ബോധ്യപ്പെടുത്തുമെന്നും സത്യം ജയിക്കുമെന്നും രാഹുൽ ഫേസ്ബുക്കിൽ കുറിച്ചു. ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ ഇടുന്ന സമയത്ത് പോലും MLA എവിടെയെന്ന ചോദ്യത്തിന് ഉത്തരമില്ല. ഇത്തരത്തിൽ താൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് MLA മറഞ്ഞു നിൽക്കുന്നതെന്നാണ് ഇപ്പോൾ പൊതുജനങ്ങൾക്ക് ചോദിക്കാനുള്ളത്. രാഹുലിനെതിരായ പരാതിയിൽ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. ഈ വിഷയം കുറച്ചു കാലമായി ചർച്ച ചെയ്യുന്നതാണെന്നും സണ്ണി ജോസഫ് പ്രതികരിച്ചു. പരാതി നിയമാനുസൃതമായിട്ടുള്ള നടപടികൾക്ക് വിധേയമാകട്ടെ, നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകട്ടെ, അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇഷ്യൂ കുറേ നാളായിട്ട് കേരളത്തിൽ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം തന്നെയാണ്. ആ വിഷയം ഉയർന്നപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ കോൺഗ്രസ് നിയമസഭാ കക്ഷിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ആ കാര്യത്തിൽ പോലീസിൻ്റെ അന്വേഷണം കുറേ നാളായിട്ട് നടക്കുകയാണ്. ആ അന്വേഷണം എവിടെ എത്തിയിട്ടില്ല. ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെന്ന് വാർത്തയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ആ പരാതിയിൽ അതിൻ്റെ നിയമാനുസൃത നടപടികളുമായിട്ട് മുന്നോട്ട് പോകണം. നിയമ നടപടികൾ സ്വീകരിക്കേണ്ടത് ഞങ്ങളല്ല. പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അന്വേഷണ നടപടികൾ എവിടെ എത്തിയിട്ടില്ല. അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം വന്ന ഉടൻ സസ്പെൻഡ് ചെയ്തെന്ന് കേരളത്തിലെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി. പോലീസിനോ പാർട്ടിക്കോ പരാതി കിട്ടിയിട്ടില്ല. യുവതി ആദ്യം പോകേണ്ടത് പോലീസിലായിരുന്നുവെന്നും ദീപാദാസ് മുൻഷി. Who has been suspended from the party, from our party, few months ago. We cannot comment on him because law will take its own course, and legally the battle is now in CM's hand. Whatever step he will take, we are with the legal issue and we are with the law. Whatever law will take its own course, and whatever law will say, we will be on that, because this person has been suspended from our party. For a suspended person we cannot comment anything, but this is a very wrong thing what has happened. I simply say that whatever the girl is saying, she should also follow the rule that she should have first gone to the police station, did an FIR, then she should have gone to the CM.